ഇപ്പം താണ്ട ബലൂചിസ്ഥാൻ്റെ ആർമി പോരാളി അല്ല അവിടുത്തെ നേതാവ് നമുക്കൊരു മെസ്സേജ് അയച്ചു, ഒരിക്കലും നിങ്ങൾ ഈ പാകിസ്ഥാനെ വിശ്വസിക്കരുത്. ഇവൻ്റെ സമാധാന ശ്രമവും എല്ലാം തന്നെ ചതിയുടെ ലക്ഷണങ്ങളാണ്. ഇവരവിടെ നിന്ന് പോരാട്ടം നടത്തിയ സമയത്ത് ഇവന്മാർ വിളിച്ചു വരുത്തിയിട്ട് ഖുറാനി തൊട്ട് സത്യം ചെയ്തു, നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ പിടിച്ച് ദേവതം ചെയ്തു കളഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പോരാട്ടം തുടങ്ങിയപ്പോൾ വീണ്ടും ഖുറാനിൽ 2 തവണ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്ത് ഇവരെ ചതിച്ച രാജ്യം. 70 മറ്റേ പ്രശ്നം വന്ന സമയത്ത് ഭരണഘടന രൂപീകരിക്കണമല്ലോ, ബംഗ്ലാദേശ് മാറി, പിന്നെ പുതിയ ഭരണഘടന ഉണ്ടാക്കണ്ടേ. ബലൂചിസ്ഥാനിൽ NAP എന്ന് പറയുന്ന പുതിയ പാർട്ടിയല്ലേ, ഇവരെ കൂടെ നിർത്തി, ഇവർ പ്രാദേശിക പാർട്ടിയാണ്, ഇവരെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ എല്ലാ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുൽഫീഖർ അലി കൂടെ വിളിച്ച് സംസാരിച്ചിട്ട് ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 73 പട്ടാള ഭരണം ഏർപ്പാടാക്കി ഇവരെ വീണ്ടും ചതിച്ചു. എന്നിട്ട് ആ പാർട്ടിയെ പിരിച്ചുവിട്ടു. അങ്ങനെ ചതികളോട് ചതികൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു പ്രദേശത്ത് നിന്ന് തന്നൊരു കത്താണ് ഇവന്മാരെ വിശ്വസിക്കരുത്. അപ്പം നമ്മൾ ചിന്തിച്ചത് എന്താ, ഇവന്മാരെ വിശ്വസിക്കരുത്, ഇവന്മാരെ വെടിനിർത്തൽ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, ഒതുക്കണമായിരുന്നു. പക്ഷേ മോദിജിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്നുള്ള രീതിയിലൊക്കെ നമുക്കിപ്പം തോന്നുന്നത്. കാരണം ട്രംപ് തന്നെ മാറ്റി പറഞ്ഞല്ലോ. അതെ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ, പക്ഷേ ഈ ട്രംപ് തന്നെ ചതിച്ചത്. ട്രംപ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ അൻവർ പോയിക്കോലോ, ഇന്ന് പറയുന്നത് നല്ലതാണ്, നാളെ പറയുന്നതല്ല, മറ്റൊന്നാ. അല്ല, ട്രംപ് ഞാനിത് പറഞ്ഞാൽ പുള്ളി കട്ട് ചെയ്തെടുത്തിട്ട് പ്രചരിപ്പിക്കും, അൻവറും ട്രംപ് ഈക്വലാന്ന് പറഞ്ഞിട്ട് വേണം ഉപയോഗിച്ചത്.